Srikrishna College for Healthcare and Media Studies. VWalk Medical Lab Nursing Diploma Paramedical കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. മികച്ച ആശുപത്രികളിലും ഫാർമസികളിലും പരിശീലനം. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് പ്രത്യേകാനുകൂല്യങ്ങൾ. കൂടാതെ ഓൺലൈൻ ക്ലാസുകളും ഇവിടെ ലഭ്യമാണ്. 9800 വനിതകൾക്ക് ജോലി നേടിക്കൊടുത്ത വടക്കാഞ്ചേരിയിലെ 28 വർഷത്തെ പാരമ്പര്യമുള്ള അംഗീകൃത സ്ഥാപനം. +2 തോറ്റവർക്കും ജയിച്ചവർക്കും പ്രവേശനം. ശ്രീകൃഷ്ണ കോളേജ് ഫോർ ഹെൽത്ത് കെയർ ആൻഡ് മീഡിയ സ്റ്റഡീസ്, ഓട്ടുപാറ ബൈപ്പാസ് ജംഗ്ഷൻ, അറേബ്യൻ മെഡിക്കൽസിന് സമീപം, അറേബ്യൻ ടയേഴ്സിന് മുകളിൽ. വടക്കാഞ്ചേരി കരുമരക്കാട് ശിവക്ഷേത്രത്തിൽ 3 വർഷക്കാലം ദേവസ്വം ഓഫീസറായി സേവനമനുഷ്ഠിച്ച മഞ്ജുഷിന് ഭക്തജനങ്ങളുടെയും ക്ഷേത്ര കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഊഷ്മളമായ യാത്രയയപ്പ് നൽകി. പത്തുകൊല്ലം പരിപാടിയുള്ള സതീർത്ഥനാണ്. വീട്ടിലച്ഛനമ്മയാരും കഴിക്കില്ല. അന്തരീക്ഷം വരെ ചെറിയ തോതിൽ കണ്ണീര് ഒഴിക്കുകയാണ്. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു സ്ഥാനത്തിരിക്കുന്ന ഒരു ഓഫീസർ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഉദ്യോഗസ്ഥൻ മാറിപ്പോകുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് 3 തരത്തിലുള്ള വികാരം ഉണ്ടാവുക. ഒരു ഉദ്യോഗസ്ഥൻ മാറിപ്പോകുമ്പോൾ ഒന്നാമത്തെ മാറിയോ ആ ഒരു വാക്കിൽ അവസാനിപ്പിക്കും. രണ്ടാമത്തെ മാറിയത് നന്നായി, അങ്ങനെയും പറയാം. മൂന്നാമത്തെയാണ് ഇപ്പോൾ നമ്മൾക്കിവിടെ വളരെയധികം ശ്രദ്ധേയമായിട്ടുള്ള വിഷയം. നമുക്കെല്ലാം പ്രിയങ്കരനായ ദേവസ്വം ഓഫീസർ മഞ്ജുഷ് പോവുക എന്ന് പറയുമ്പോൾ ദുഃഖത്തിൻ്റെ ഒരു ലാഞ്ചന നമ്മുടെയൊക്കെ മനസ്സിലുണ്ട്. കഴിഞ്ഞ 3 വർഷത്തെ സേവന കാലയളവിൽ ക്ഷേത്രത്തിൻ്റെ സമഗ്രമായ വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഭക്തജനങ്ങൾക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കാനും അദ്ദേഹം മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത്. ക്ഷേത്ര പുരോഗതിയിൽ സുപ്രധാന പങ്കുവഹിച്ച അദ്ദേഹത്തിൻ്റെ സേവനങ്ങളെ ചടങ്ങിൽ പങ്കെടുത്തവർ കൃതജ്ഞതയോടെ സ്മരിച്ചു. ഈ അമ്പലങ്ങളായിട്ടുള്ള ദൈനംദിന പ്രവൃത്തികളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കാൻ ചില അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ കൊച്ചിൻ ദേവസ്വം ബോർഡിൻ്റെ കീഴിലുള്ള കരുമരക്കാട് ദേവസ്വത്തിലൊരു ഓഫീസറായിട്ട് ഇത്രയും വിപുലമായിട്ടുള്ള ഒരു വികസന പ്രവർത്തനം നടത്താൻ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹത്തോടു കൂടി എന്തൊക്കെ എതിർപ്പുകളുണ്ടെങ്കിലും ആ എതിർപ്പുകളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ കാര്യങ്ങൾ നടത്താൻ മുമ്പാക്കി ഇറങ്ങി അതിനു വേണ്ടിയിട്ട് ഇനി വലിയ മാനസിക പ്രയാസം ഉണ്ടായാലും അതൊക്കെ സഹിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഇപ്പോഴത്തെ നമ്മുടെ ഇവിടുന്ന് മാറ്റം പോകുന്ന മഞ്ജുഷ്. പൊതുജനത്തെ അറിയിച്ച അദ്ദേഹം എന്ന് പറഞ്ഞ പോലെ പല അമ്പലം കുറുമക്കാവിലുണ്ട്, അഞ്ഞുമുളങ്കാവുണ്ട്, ഇവിടെ ഉണ്ട്, വേറെയും ചില അമ്പലങ്ങളൊക്കെ ഉണ്ട്, ഇരട്ടക്കുളങ്ങരയുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും മഞ്ജുഷാണെന്നൊരു പ്രശ്നമല്ല. എത്ര ജോലി വന്നാലും, കാരണം ജോലി ചെയ്യാൻ അറിയാവുന്നവർക്ക് കൂടുതൽ ജോലികൾ കിട്ടുക ഒരു താല്പര്യമാണ്. അതൊന്നും ഒരു ബുദ്ധിമുട്ടായി തോന്നാറില്ല ജോലി അറിയാവുന്നവർക്ക്. അപ്പം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചെയ്യുന്ന ജോലി എന്താണെന്നും അദ്ദേഹത്തിൻ്റെ പണി എന്താണെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാം. അത് വേണ്ടുന്ന രീതിയിൽ ചെയ്യാനും അറിയാം. ക്ഷേത്രസന്നിധിയിൽ നടന്ന ചടങ്ങിൽ വിവിധ ഭാരവാഹികളും നാട്ടുകാരും ഭക്തജനങ്ങളും പങ്കെടുത്തു. അദ്ദേഹത്തിന് ഉപഹാരവും നൽകി. PN ഗോകുലൻ, V അനിരുദ്ധൻ, കൊടുമ്പിൽ മുരളി, ജയശ്രീ, PN രാജൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ക്ഷേത്രം ജീവനക്കാർ, ക്ഷേത്രം ശാന്തിക്കാർ, ഭക്തർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഈ ഒരു മിഥുന മാസത്തിൽ പ്രതിഷ്ഠാപന സമയത്ത് തന്നെയാണ് ഞാൻ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നത്. 2023. എന്നിപ്പോൾ നാരായണൻ പറഞ്ഞ പോലെ തന്നെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് എനിക്ക് ക്ഷേത്രം അറിയില്ല. അപ്പോൾ അങ്ങനെ വടക്കാഞ്ചേരി വരെ അപ്പോൾ അമ്പലം വഴി ചോദിക്കാനായിട്ട് ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ മുട്ടിയ ആളാണ് നമ്മുടെ നാരായണേട്ടൻ, അതേപോലെ ബാലേന്ദ്രൻ. വടക്കാഞ്ചേരി ശിവക്ഷേത്രം അത് എവിടെയാണ്? ഇവിടെ ഭാഗത്തടുത്താണ്, ഇങ്ങോട്ടാ പോകേണ്ടതെന്ന് എനിക്ക് വഴി പറഞ്ഞത്.
അന്ന് എനിക്കറിയില്ല ഇദ്ദേഹം സമിതിയിലൊരു വൈസ് പ്രസിഡൻ്റാണെന്ന് എനിക്ക് അറിയില്ല. അമ്പലം പറഞ്ഞു നേരെ വന്നു ഇവിടെ തൊഴുതു. അന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ചാർജ് ഉണ്ട്. അപ്പോൾ ആ സമയത്തൊരു 3 മാസം തിരുവഞ്ചിക്കുളം ഗ്രൂപ്പിലെ ശങ്കരമംഗലം ദേവസ്വം ഓഫീസറുടെ ചുമതല ഒഴിഞ്ഞിട്ടില്ല. ആദ്യം ഇവിടെ ഒന്ന് ചാർജ് എടുത്തു. അതൊരു 3 മാസം ഇവിടുത്തെ കാര്യങ്ങളും ഒന്നിച്ചാണ് കൊണ്ടുപോയിരുന്നത്. കാരണം അവിടെ വരാൻ സ്ഥലം മാറ്റം ഉത്തരവ് വന്ന ഓഫീസർക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റിയെന്ന് തോന്നുന്നു. അവിടത്തെയും ഇവിടത്തെയും കൂടി നോക്കി അപ്പോൾ വരുന്ന സമയത്ത് You are watching VCV News.